നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രാജ്യത്ത് കോടിക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന 6 പ്രധാന കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചാണ്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അക്കൗണ്ട്, സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട്, പാചകവാതകം ഇല്ലാത്ത കുടുംബങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ, സൗജന്യ ചികിത്സ, ശുദ്ധമായ കുടിവെള്ളം, ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ വായ്പ എന്നിങ്ങനെ വിവിധ മേഖലകളെ ഉൾക്കൊള്ളുന്ന പദ്ധതികളാണ് പറയാൻ പോകുന്നത്. വീഡിയോ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഓരോ പദ്ധതിയിലും ആരൊക്കെയാണ് അർഹർ, എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ, എങ്ങനെ അപേക്ഷിക്കാം എന്നതെല്ലാം വളരെ ലളിതമായി വിശദീകരിക്കുകയാണ്. ആദ്യം തന്നെ പ്രധാനമന്ത്രി ജൻധൻ യോജന 2014 ഓഗസ്റ്റ് 28-നാണ് ഈ പദ്ധതി ആരംഭിച്ചത്. രാജ്യത്തെ എല്ലാ കുടുംബങ്ങൾക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പണ്ടുകാലത്ത് നിരവധി കുടുംബങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. എന്നാൽ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇടനിലക്കാരുടെ കൈകളിലൂടെ എത്തുന്നതിനാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. ഇത് പരിഹരിക്കാനാണ് ജൻധൻ യോജന ആരംഭിച്ചത്. ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ: സീറോ ബാലൻസ് അക്കൗണ്ട് തുറക്കാം, റുപേ ഡെബിറ്റ് കാർഡ് ലഭിക്കും, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി സർക്കാർ സഹായങ്ങൾ നേരിട്ട് അക്കൗണ്ടിലെത്തും, അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും, നിശ്ചിത വ്യവസ്ഥകൾ പാലിച്ചാൽ ഓവർഡ്രാഫ്റ്റ് സൗകര്യവും ലഭ്യവുമാണ്. ആരൊക്കെയാണ് അക്കൗണ്ട് തുറക്കാൻ കഴിയുക? 10 വയസ്സിന് മുകളിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഈ പദ്ധതിയിൽ ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ആധാർ കാർഡ്, വോട്ടർ ID, പാൻ കാർഡ് തുടങ്ങിയ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് അക്കൗണ്ട് ആരംഭിക്കാം. ഈ പദ്ധതി എന്തുകൊണ്ട് പ്രധാനമാണ്? പല ക്ഷേമ പദ്ധതികളുടെയും പണം ഇന്ന് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തുന്നത്. പെൻഷൻ, സ്കോളർഷിപ്പ്, വിവിധ സബ്സിഡികൾ, കർഷക സഹായങ്ങൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ബാങ്ക് അക്കൗണ്ട് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഉൾപ്പെടുത്തലിന്റെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നായി ജൻധൻ യോജനയെ കണക്കാക്കപ്പെടുന്നു. അടുത്തതായി പ്രധാനമന്ത്രി ആവാസ് യോജന. സ്വന്തമായി വീട് എന്നത് ഓരോ കുടുംബത്തിന്റെയും വലിയ സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. 2015-ലാണ് പദ്ധതി ആരംഭിച്ചത്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പ്രത്യേക വിഭാഗങ്ങളായി പദ്ധതി നടപ്പാക്കുന്നു. PMAY ഗ്രാമീൺ, PMAY അർബൻ. പദ്ധതിയുടെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സുരക്ഷിതവും മികച്ച നിലവാരമുള്ളതുമായ വീട് ലഭ്യമാക്കുക. ആരൊക്കെയാണ് അർഹർ? സ്വന്തമായി പക്കാ വീട് ഇല്ലാത്ത കുടുംബങ്ങൾ, സാമ്പത്തിക മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർ, സർക്കാർ നിശ്ചയിച്ച പട്ടികയിൽ ഉൾപ്പെട്ടവർ. പദ്ധതിയുടെ പ്രധാന ആനുകൂല്യങ്ങൾ: വീട് നിർമ്മിക്കാൻ സാമ്പത്തിക സഹായം, ചില സാഹചര്യങ്ങളിൽ ഹോം ലോൺ പലിശയിൽ ഇളവും ലഭിക്കാം, ഗ്രാമപ്രദേശങ്ങളിൽ ശുചിമുറി നിർമ്മാണം, വൈദ്യുതി, കുടിവെള്ളം തുടങ്ങിയ മറ്റ് പദ്ധതികളുമായി ബന്ധപ്പെടുത്തി വീടുകൾ വികസിപ്പിക്കുന്നതിനും അവസരമുണ്ട്. അപേക്ഷ എങ്ങനെ? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് ഓഫീസ്, നഗരസഭ എന്നിവ മുഖേന വിവരങ്ങൾ ലഭിക്കും. അർഹത സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കണം. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. ഇന്ത്യയിലെ നിരവധി ഗ്രാമങ്ങളിൽ ഒരു കാലത്ത് വിറക് അടുപ്പായിരുന്നു പ്രധാന പാചകരീതി. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിസ്ഥിതി മലിനീകരണത്തിനും കാരണമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ആരംഭിച്ചത്. പദ്ധതിയുടെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വനിതകൾക്ക് LPG ഗ്യാസ് കണക്ഷൻ നൽകുക. പ്രധാന ആനുകൂല്യങ്ങൾ: പുതിയ LPG കണക്ഷൻ, ചില വിഭാഗക്കാർക്ക് സാമ്പത്തിക സഹായം, സുരക്ഷിതമായ പാചക സൗകര്യം, പുക മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുക. ആരെയാണ് പ്രധാന ഗുണഭോക്താക്കൾ? കുടുംബത്തിലെ വനിതയുടെ പേരിലാണ് കണക്ഷൻ അനുവദിക്കുന്നത്. അർഹത കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും. പദ്ധതിയുടെ പ്രാധാന്യം: പാചക സമയവും ലഭിക്കുന്നു, സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുന്നു, ശുദ്ധമായ ഇന്ധനം ഉപയോഗിക്കുന്നതിലൂടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നു. അടുത്തതായി ആയുഷ്മാൻ ഭാരത്. രാജ്യത്തെ സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവ് വലിയ സാമ്പത്തിക ബാധ്യതയാകാറുണ്ട്. ഗുരുതര രോഗങ്ങൾ വന്നാൽ പലരും കടം വാങ്ങുകയോ സ്വത്ത് വിൽക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരം സാഹചര്യങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതിയുടെ പ്രധാന ഘടകമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. പദ്ധതിയുടെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അർഹ കുടുംബങ്ങൾക്ക് സർക്കാർ അംഗീകരിച്ച ആശുപത്രികളിൽ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുക. അർഹരായ കുടുംബങ്ങൾക്ക് നിശ്ചിത പരിധിവരെ ക്യാഷ്ലെസ് ചികിത്സ സർക്കാർ പദ്ധതികളിലും അംഗീകൃത സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ ലഭ്യമാക്കാം. നിരവധി ശസ്ത്രക്രിയകളും ചികിത്സാ സേവനങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോർട്ടബിലിറ്റി സൗകര്യം ലഭ്യമാണ്. ആരാണ് അർഹർ? അർഹത കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങളും ബന്ധപ്പെട്ട ഗുണഭോക്തൃ പട്ടികയും അടിസ്ഥാനമാക്കിയാണ് തീരുമാനം. അതിനാൽ എല്ലാവർക്കും ഈ പദ്ധതി ലഭിക്കണമെന്നില്ല. എന്തുകൊണ്ട് പദ്ധതി പ്രധാനമാണ്? ഒരു കുടുംബത്തിന് അപ്രതീക്ഷിതമായി വലിയ ചികിത്സാ ചെലവ് വന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാം. ഇത്തരം സാഹചര്യങ്ങളിൽ അർഹരായവർക്ക് വലിയ സഹായമാകുന്ന പദ്ധതിയാണിത്. അടുത്തതായി ജൽജീവൻ മിഷൻ. ഇനി നമുക്ക് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രധാന പദ്ധതിയിലേക്ക് പോകാം. രാജ്യത്തെ എല്ലാ ഗ്രാമീണ കുടുംബങ്ങൾക്കും സുരക്ഷിതമായ കുടിവെള്ളം വീട്ടിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്
ജൽജീവൻ മിഷൻ ആരംഭിക്കുന്നത്. പല ഗ്രാമങ്ങളിലും ആളുകൾ കിലോമീറ്ററുകൾ നടന്ന് വെള്ളം ശേഖരിക്കേണ്ടി വന്നിരുന്ന സാഹചര്യം നമുക്കറിയാം. ഇത് പരിഹരിക്കാനാണ് ഈ പദ്ധതി. പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എല്ലാ ഗ്രാമീണ വീടുകളിലും ടാപ്പ് കണക്ഷൻ വഴി കുടിവെള്ളം എത്തിക്കുക, ശുദ്ധമായ വെള്ളം ഉറപ്പാക്കുക, ജലത്തിന്റെ നിലവാരം നിരന്തരം പരിശോധിക്കുക, ഗ്രാമതലത്തിൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. പദ്ധതിയുടെ പ്രാധാന്യം ശുദ്ധജലം ലഭിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിനും രോഗങ്ങൾ കുറയ്ക്കുന്നതിനും ഏറെ സഹായിക്കുന്നു. സ്ത്രീകളും കുട്ടികളും വെള്ളം ശേഖരിക്കാൻ ചെലവഴിക്കുന്ന സമയം കുറയുകയും ചെയ്യും. സ്കൂളുകളിലും പൊതുസ്ഥാപനങ്ങളിലും കുടിവെള്ള സൗകര്യം മെച്ചപ്പെടുത്താനും ഈ പദ്ധതിക്ക് ലക്ഷ്യമുണ്ട്. അടുത്തതായി പ്രധാനമന്ത്രി മുദ്ര യോജന. ഇനി അവസാന പദ്ധതിയാണിത്. സ്വന്തമായി ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പലപ്പോഴും ഏറ്റവും വലിയ പ്രശ്നം മൂലധനക്കുറവാണ്. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി മുദ്ര യോജന ആരംഭിച്ചത്. പദ്ധതിയുടെ ലക്ഷ്യം ചെറുകിട വ്യാപാരികൾക്കും സംരംഭകർക്കും ബാങ്കുകൾ വഴി വായ്പ ലഭ്യമാക്കുക. ആരൊക്കെയാണ് പ്രയോജനപ്പെടുന്നത് നോക്കാം. ചെറിയ വ്യാപാരങ്ങൾ ആരംഭിക്കുന്നവർ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, വനിതാ സംരംഭകർ, ഗ്രാമീണ സംരംഭകർ, ചെറിയ നിർമ്മാണ സേവന മേഖലയിലുള്ളവർ. വായ്പാ വിഭാഗങ്ങൾ മുദ്ര പദ്ധതിയിൽ പൊതുവെ 3 വിഭാഗങ്ങളാണ്. ശിശു ആരംഭഘട്ട സംരംഭകർക്കായി, കിഷോർ ബിസിനസ് വികസിപ്പിക്കാൻ, തരുൺ കൂടുതൽ വളർച്ച ലക്ഷ്യമിടുന്ന സംരംഭങ്ങൾക്ക്. പദ്ധതിയുടെ പ്രാധാന്യം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു, ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, സ്വയം തൊഴിൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സാമ്പത്തിക പിന്തുണ ലഭിക്കാൻ വഴിയൊരുക്കുന്നു. ഈ 6 പദ്ധതികളും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലെ എല്ലാ പദ്ധതികളും ഒന്ന് ചേർത്ത് നോക്കാം. ഒരു കുടുംബത്തിന് ആദ്യം ബാങ്ക് അക്കൗണ്ടാണ് ആവശ്യം. അതിനായി ജൻധൻ യോജന സഹായിക്കുന്നു. സ്വന്തമായി വീടില്ലെങ്കിൽ ആവാസ് യോജന സഹായിക്കുന്നു. സുരക്ഷിതമായ പാചകത്തിനായി ഉജ്ജ്വല യോജന. രോഗം വന്ന ചികിത്സയ്ക്കായി ആയുഷ്മാൻ ഭാരത്. വീട്ടിൽ ശുദ്ധജലം ലഭിക്കാൻ ജൽജീവൻ മിഷൻ. സ്വയം തൊഴിൽ ആരംഭിക്കാൻ മുദ്ര യോജന. അതായത് ഒരു കുടുംബത്തിന്റെ ജീവിതത്തിലെ വിവിധ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് ഈ പദ്ധതികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഏതെങ്കിലും പദ്ധതിയിൽ അപേക്ഷിക്കുന്നതിന് മുമ്പ് ഔദ്യോഗിക മാനദണ്ഡങ്ങൾ പരിശോധിക്കുക, അർഹത ഉറപ്പാക്കുക, ആവശ്യമായ രേഖകൾ തയ്യാറാക്കുക, വയ്ക്കുക. ഔദ്യോഗിക സർക്കാർ ഓഫീസുകളിലൂടെയോ അംഗീകൃത സേവനങ്ങൾ കേന്ദ്രങ്ങളിലൂടെയോ മാത്രമേ അപേക്ഷ നൽകാവൂ. വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്ന ഇടനിലക്കാരെ ഒഴിവാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, പുതിയ അറിയിപ്പുകൾ, ധനസഹായങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശ്വസനീയമായ വിവരങ്ങൾ ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.